ഗൈസ്, അപ്പോൾ ഇന്നെൻ്റെ പരീക്ഷണം വേറൊന്നുമല്ല, കുറച്ച് ഞണ്ട് കിട്ടീനെ. അപ്പോൾ ആ ഞണ്ട് വെച്ചിട്ട് നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കണ ആളും ആരുമല്ല, ഞാൻ തന്നെയാണ് ഷെഫ്. അപ്പം എനിക്ക് ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഞണ്ട് കറി പണ്ടേ ഉണ്ടാക്കി പഠിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ധൈര്യത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞണ്ട് റോസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് കാണാം. കണ്ടോക്ക്. അപ്പം അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അപ്പം ഞണ്ട് കഴുകിയാക്കി വൃത്തിയാക്കി ഇവിടെ വെച്ചത്. അപ്പോൾ അതിക്ക് തക്കാളി, ഉള്ളി, പച്ചമുളക്, ചീരുള്ളി, അതുപോലെ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിൻ്റെ നമുക്കത് ഉണ്ടാക്കാം. എനിക്ക് ക്യാമറമാൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ താൽക്കാലികമായിട്ട് ഇവിടെ ഒരു അഡ്ജസ്റ്റബിൾ വെച്ചിരിക്കണതാണ്. ഇമ്മൻ ക്യാമറമാനായി നിന്നാലേ ഫോണ് തല കുത്തനൊക്കെ ഉണ്ടാവുക അല്ലേ അമ്മ? അല്ലേ? അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് വരാം. അങ്ങനെ ഞാൻ ചട്ടി വെച്ചൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് പിന്നെ കുറച്ച് കടുകിട്ട് ആ കടുക് ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മൾ ബാക്കിയുള്ള സാധനം ഇട്ടിടുക. ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളീൻ്റെ പേസ്റ്റും അതുപോലെ പച്ചമുളക് അതുപോലെ കരിവേപ്പിൻ്റെ ഇല ഇതൊക്കെ ഇട്ട് മുരിഞ്ഞിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് കളറ് മാറി വരുന്നതിന് ശേഷം നമ്മൾ ഉള്ളിയിലേക്ക് ഇടുക. ഇന്ന് കുറച്ച് ചീരുള്ളി അതിലേക്ക് ഇടുക. പിന്നെ കുറച്ച് ഉപ്പ് മിക്സ് ചെയ്യുക. പിന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ തന്നെ വേഗത ഈ ഒരു പരുവത്തിലായി കിട്ടും. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ മുളകും പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇതൊക്കെ പാടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം മിക്സാക്കി കൊടുക്കുക. അതിൻ്റെ ടേസ്റ്റും മസാല ഒക്കെ ഉള്ളിൽ പിടിക്കി നിൽക്കും. പിന്നെ കുറച്ച് തക്കാളി ഇടുക. തക്കാളീൻ്റെ നീര് അതിൽ ഇതാകുന്ന വരെ നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ വരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കയ്യിലുള്ള ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. മസാല അതിൽ ഞണ്ടിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സാക്കി കഴിഞ്ഞാൽ കുറച്ച് നേരം നമുക്കിത് അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷമുള്ളത് അവസ്ഥ ഇതാണ് കേട്ടോ. നല്ലോണം ഞണ്ടിൻ്റെ നീരും തക്കാളി നീരും ഒക്കെ പാടെ സെറ്റായി വന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ കയ്യിലുള്ള കുരുമുളക് പൊടി ഉണ്ട് ഗൈസ്, അത് കുറച്ചൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് അത് തിളച്ചട് വെന്ന് കഴിഞ്ഞിട്ട് നമ്മളെ ഞണ്ട് റോസ്റ്റ് റെഡി ആയതിന് ഞാനൊന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ എനിക്ക് നല്ല രുചിയൊക്കെ അറിയും. അപ്പം ഞാൻ ഉമ്മാനെ കൊണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കി എങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ട്. എനിക്ക് രസമുണ്ടായിനി. ഉമ്മ പറഞ്ഞത് നല്ല രസമുണ്ട്. ഇന്നത്തെ എൻ്റെ ഞണ്ട് റോസ്റ്റ് കണ്ടല്ലോ. അപ്പോൾ ഞണ്ട് റോസ്റ്റിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്ര ഉള്ള വീഡിയോ. ടാറ്റാ.